നമസ്കാരം. പി എസ് സിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം എസ് എ ആണ്. യു പി എസ് സിയുടെ മെയിൻ എക്സാമിനുള്ള എസ് എ പറ്റി തന്നെയാണ് പറയുന്നത്. എന്നാൽ ഈ വീഡിയോയിൽ ഒരു ചെറിയ കാര്യമുണ്ട്. എക്സാമിന് മുമ്പ് ഉള്ളൊരു പ്രിപ്പറേഷനെ പറ്റിയല്ല പറയുന്നത്. പക്ഷേ എക്സാമിന് വേണ്ടി നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുന്നവർ, അതായത് 2021 പഠിച്ചു തുടങ്ങുന്നവർ എസ് എ എഴുതി പ്രാക്ടീസ് ചെയ്തോളൂ. അപ്പോൾ അവർക്കുള്ളൊരു ചെറിയ ഗൈഡൻസ് ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ വീഡിയോയുടെ കണ്ടന്റിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. യു പി എസ് സിയിൽ 250 മാർക്കിനാണ് എസ് എ. അത് മലയാളം മീഡിയം എടുത്തവർക്ക് മലയാളത്തിൽ എഴുതാം, അതുപോലെ ഇംഗ്ലീഷാണ് ചൂസ് ചെയ്യുന്നവർക്ക് ഇംഗ്ലീഷിൽ എസ് എ എഴുതാം. മൊത്തം 8 ചോദ്യങ്ങളുണ്ടാവും, 2 ഭാഗങ്ങളായിട്ട്, എയിലും ബിയിലുമായിട്ട്. എയിൽ 4 ക്വസ്റ്റ്യനും ബിയിൽ 4 ക്വസ്റ്റ്യനുമായിട്ട് 8 ചോദ്യങ്ങളുണ്ടാവും. അതിൽ ഓരോ സെക്ഷനിൽ നിന്നും നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്ത് എഴുതണം. ടോട്ടൽ 250 മാർക്കാണ്. ഓരോ സെക്ഷനിലും കൊടുത്തിട്ടുള്ളത് 125 മാർക്ക്. അങ്ങനെ 125 × 2 250 മാർക്കാണ് ടോട്ടലായിട്ട് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഓരോ ടോപ്പിക്കിലും നമ്മൾ എഴുതേണ്ട എസ് എക്ക് വേർഡ് ലിമിറ്റ് ഉണ്ട്. അത് 1200 മാക്സിമം. യു പി സി തന്നെ ഒരു മിനിമം ലിമിറ്റും പറയുന്നുണ്ട് 1000. അപ്പോൾ 1000-നും 1200-നും ഇടയിൽ നമ്മുടെ വാക്കുകൾ ചുരുക്കേണ്ട ആവശ്യമുണ്ട്. എക്സീഡ് ചെയ്ത് പോകാനും പാടില്ല, എന്നാൽ ചെറുതാക്കാനും പാടില്ല. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട 2 മെയിൻ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി. നമ്മുടെ പേഴ്സണൽ മെൻറ്റർ പ്രോഗ്രാം, അതായത് 2021 എക്സാം എഴുതാനായിട്ട് സെൽഫ് സ്റ്റഡി ചെയ്യുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ജൂലൈ 15 മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതൊരു പെയ്ഡ് പ്രോഗ്രാമാണ്. 20,000-ൽ കൂടുതൽ പ്രിലിംസ് ക്വസ്റ്റ്യനും 750-ൽ കൂടുതൽ GS മെയിൻ ക്വസ്റ്റ്യൻ റൈറ്റിംഗ് പ്രാക്ടീസും വീക്ക്ലി എസ് എ പ്രാക്ടീസും ഒക്കെ ഉള്ള ഒരു പാക്കേജാണ്. ഫ്രീ റീഡിംഗ് മെറ്റീരിയലൊക്കെ കൊടുക്കുന്നുണ്ട്. കറണ്ട് അഫേഴ്സും വീക്ക്ലി അസസ്മെൻറ്റ് ടെസ്റ്റുകളും ഒക്കെ അടങ്ങുന്ന ഒരു ഗംഭീര പാക്കേജാണ്. അപ്പോൾ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന, പ്രത്യേകിച്ച് സെൽഫ് സ്റ്റഡി ചെയ്യുന്ന സുഹൃത്തുക്കൾ എന്തായാലും ഇതിനെപ്പറ്റി അറിയണം, അന്വേഷിക്കണം. ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങളുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതുപോലെ ഡിഗ്രിയുടെ കൂടെ എക്സാമിന്, സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്കുള്ളൊരു ഫൗണ്ടേഷൻ കോഴ്സ്, അത് 1 ഇയർ കോഴ്സാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിലും അറിയാനായിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ 2 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് ടൈം മാനേജ്മെൻറ്റ്, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബ്രെയിൻ സ്റ്റോമിങ്. നമുക്ക് കണ്ടൻറ്റ് വേണ്ടേ. ഈ ടൈം മാനേജ്മെൻറ്റ് എന്തുകൊണ്ട് വരുന്നത് വെച്ചിട്ട്, നമുക്കുള്ള സമയം ഒരു എസ് എഴുതാനായിട്ട് 1.5 മണിക്കൂർ മാറ്റി വയ്ക്കാൻ പറ്റും. മൊത്തം എക്സാം ടൈം 3 മണിക്കൂർ, 2 എസ് എഴുതണം. അപ്പോൾ 1.5 മണിക്കൂർ വ്യക്തമായി ഇതിന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ അരമണിക്കൂർ ഒരു ബ്രെയിൻ സ്റ്റോമിങ് സെഷൻ, നമ്മുടെ കണ്ടൻറ്റ് ഡെവലപ്പ് ചെയ്യണം. ഈ കണ്ടൻറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ കണ്ടൻറ്റ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം വെച്ചാൽ, കഴിഞ്ഞൊരു 15-20 വർഷത്തെ GS മെയിന് ചോദിച്ചിട്ടുള്ള എസ് എയുടെ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കത് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ റാഷണൽ ടോപ്പിക്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, കറണ്ട് ഇവൻസുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ നിങ്ങൾക്ക് തരംതിരിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾ സ്വയമേ തരംതിരിക്കുക, ഏതൊക്കെ ടോപ്പിക്കുകളാണ് ചോദിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഈ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ജനറലായിട്ട് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. ഐഡിയാസൊക്കെ ചിലർക്ക് റിപ്പീറ്റഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചു വച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാനൊക്കെ സാധിക്കും. സോ ആ തരത്തിൽ നിങ്ങളൊന്ന് സ്വയമേ ഒന്ന് പ്രിപ്പയർ ചെയ്ത് ഒരു ഇൻട്രൊഡക്ഷനും അതുപോലെ ഒരു കൺക്ലൂഷനൊക്കെ എഴുതി നിങ്ങളുടെ ഐഡിയാസൊക്കെ പാരഗ്രാഫായിട്ട് തിരിച്ച് സ്വയമേ ഒന്ന് എഴുതി തുടങ്ങും. ശ്രദ്ധിക്കേണ്ട ടൈം മാനേജ്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ എസ് എക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. അങ്ങനെ സ്ട്രക്ചറിൽ തന്നെ ആദ്യമേ നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം. ഇനി വരും ദിവസങ്ങളിൽ എസ് എയുടെയൊക്കെ ഒരു ഫ്രീ പ്രാക്ടീസ് സെഷൻസ് ഞങ്ങൾ തരുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ വീഡിയോസും കാണുക. ഈ വീഡിയോയുടെ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.